സാധാരണക്കാർ അണിനിരന്നാൽ മാറ്റം സാധ്യമാകുമെന്ന് സ്ഥാനമൊഴിയുന്ന അമേരിക്കൻ പ്രസിഡന്റ് ബരാക് ഒബാമ. നിയമങ്ങൾ മാറിയതുകൊണ്ട് കാര്യമില്ല, ഹൃദയങ്ങൾ മാറിയാലേ മുന്നേറ്റം സാധ്യമാകൂ. റഷ്യയ്ക്കോ ചൈനയ്ക്കോ ലോകത്ത് അമേരിക്കയ്ക്കുള്ള സ്വാധീനം നേടാനാകില്ലെന്നും ഒബാമ പറഞ്ഞു. വികാരഭരിതമായിരുന്നു ഒബാമയുടെ വിടവാങ്ങൽ പ്രസംഗം. ഭാര്യ മിഷേലിനും വൈസ് പ്രസിഡന്റ് ജോ ബൈഡനുമൊപ്പമാണ് ബരാക് ഒബാമ വിടവാങ്ങൽ പ്രസംഗത്തിനായി ഷിക്കാഗോ കൺവെൻഷൻ സെന്ററിൽ എത്തിയത്. രാജ്യത്തെ ജനങ്ങളോട് മുഴുവൻ നന്ദി രേഖപ്പെടുത്തിക്കൊണ്ടാണ് ഒബാമ പ്രസംഗം ആരംഭിച്ചത്. എല്ലാ ദിവസവും ഞാൻ ജനങ്ങളിൽ നിന്ന് പഠിക്കുകയായിരുന്നു. ജനങ്ങളാണ് തന്നെ മികച്ച പ്രസിഡന്റും മികച്ച മനുഷ്യനുമാക്കിയത്, ഒബാമ പറയുന്നു. ഭീകരാക്രമണത്തെക്കുറിച്ചും രാജ്യസുരക്ഷയെക്കുറിച്ചും വിടവാങ്ങൽ പ്രസംഗത്തിൽ ഒബാമ പരാമർശിച്ചു. 8 വർഷത്തിനിടയിൽ അമേരിക്കയിൽ ഒരു ഭീകരാക്രമണവും ഉണ്ടായിട്ടില്ല. രാജ്യത്തെ സുരക്ഷിതമായി സൂക്ഷിക്കുക എന്നത് സൈന്യത്തിന്റെ മാത്രം കടമയല്ല, ജനാധിപത്യത്തിൽ പങ്കാളികളായ എല്ലാവരുടെയും കടമയാണ്, ഒബാമ ഓർമ്മിപ്പിച്ചു. നിയുക്ത പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ കുടിയേറ്റ വിരുദ്ധ നയത്തെ പരോക്ഷമായി വിമർശിക്കാനും ബരാക് ഒബാമ മറന്നില്ല. കുടിയേറി വന്നവരെ നമ്മളിൽ ഒരാളായി കാണണമെന്നാണ് ട്രംപിനെ ഉന്നം വച്ച് ഒബാമ പറഞ്ഞത്. കാലാവസ്ഥാ നയങ്ങളിലും ഡൊണാൾഡ് ട്രംപിനെ ഒബാമ വരികൾക്കിടയിലൂടെ വിമർശിച്ചു. കാലാവസ്ഥ കാത്തുസൂക്ഷിക്കേണ്ടത് ലോക നന്മയ്ക്ക് അത്യാവശ്യമാണെന്ന് ട്രംപിന്റെ പ്രസ്താവനകളെ ലക്ഷ്യം വെച്ച് ഒബാമ സൂചിപ്പിച്ചു. തന്റെ പ്രസ്റ്റീജ് പദ്ധതിയായ ഒബാമ കെയറിനെ കുറിച്ചും വിടവാങ്ങൽ പ്രസംഗത്തിൽ പരാമർശിച്ചു. നിലവിൽ രാജ്യത്തുള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ആരോഗ്യ സുരക്ഷാ പദ്ധതിയുമായി ആരെങ്കിലും മുന്നോട്ട് വന്നാൽ താൻ പൂർണ്ണ പിന്തുണ നൽകുമെന്നായിരുന്നു ഒബാമയുടെ പ്രതികരണം. May God continue to bless the United States of America. Thank you. International Desk.